നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെയും കുടുംബത്തെയും ഏത് വിധേനയും പൂട്ടാനുറച്ച് മുന്നോട്ട് നീങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKയെ തമിഴ്നാട്ടിൽ നിന്ന് തൂത്തെറിയണമെന്ന വാശിയിലാണ് ഇപ്പോൾ മോദിയും അമിത്ഷായും. അതിനായി AIADMKയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അമിത്ഷായ്ക്കും മോദിക്കും പ്രിയങ്കരനായ കെ അണ്ണാമലയെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് AIADMKയുടെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരം നീക്കുക വരെ ചെയ്തു. അതിനുശേഷം AIADMKയ്ക്ക് താല്പര്യമുള്ള അവരുടെ മുൻ നേതാവ് നയിനാർ നാഗേന്ദ്രനെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റാക്കാനും മോദിയും അമിത്ഷായും തയ്യാറായി. എന്നുവച്ചാൽ എന്ത് വില കൊടുത്തും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKയെ തമിഴ്നാട്ടിൽ തോൽപ്പിക്കണം. അതാണ് BJPയുടെ കൃത്യവും വ്യക്തവുമായ പ്ലാനിങ്. BJPയുടെ മിഷൻ സൗത്ത് ഇന്ത്യയുടെ പ്രധാന ഭാഗം തന്നെ DMKയെ പരാജയപ്പെടുത്തി DMKയെ അധികാരത്തിൽ നിന്നും മാറ്റി തമിഴ്നാട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് എന്ത് വില കൊടുത്തും ഏത് വിധേനയും മുന്നോട്ട് പോകാൻ മോദിയും അമിത്ഷായും ഒരുക്കവുമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ നെടുംതൂണാണ് DMK. അതുമാത്രമല്ല, മോദിയെയും അമിത്ഷായെയും പ്രകോപിപ്പിക്കുന്നത് തമിഴ്നാടിന് സ്വയംഭരണം വേണമെന്ന പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു. ഗവർണർമാരുടെ അധികാരം വെട്ടിക്കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോവുകയും അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തു. വഖഫ് നിയമത്തിനെതിരെയും സുപ്രീം കോടതിയിൽ തമിഴ്നാട് കേസിന് പോയി. അങ്ങനെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഓരോ നടപടിക്കുമെതിരെ കൃത്യവും വ്യക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന ഏക സംസ്ഥാന സർക്കാർ DMKയുടെ തമിഴ്നാട് സർക്കാരാണ്. അത് ചില്ലറ തലവേദനയൊന്നുമല്ല മോദിക്കും അമിത്ഷായ്ക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ തങ്ങൾക്കെതിരെയുള്ള വലിയൊരു വെല്ലുവിളി M.K. സ്റ്റാലിനാണെന്നും അതുകൊണ്ട് സ്റ്റാലിനെയും DMKയെയും മൂലക്കിരുത്തിയാൽ മാത്രമേ സൗത്ത് ഇന്ത്യയിൽ മിഷൻ സൗത്ത് ഇന്ത്യ എന്ന BJPയുടെ സ്വപ്നം പൂവണിയുകയും ചെയ്യുള്ളൂവെന്ന് മോദിക്കും അമിത്ഷായും മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഏത് വിധനെയും ഏത് രീതിയിലും സ്റ്റാലിനെ ഒതുക്കാനും വരുന്ന തെരഞ്ഞെടുപ്പിൽ DMKയെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളാനുമുള്ള തന്ത്രങ്ങളും പ്ലാനുകളുമാണ് ഇപ്പോൾ BJP നേതൃത്വം ആലോചിച്ചു വരുന്നത്. അത് നടപ്പാക്കാനുള്ള വഴിവരെ അവർ തുറന്നു കഴിഞ്ഞു. കരുണാനിധി കുടുംബത്തിനെതിരെ M.K. സ്റ്റാലിനും മകനും സഹോദരിക്കും കുടുംബത്തിനുമെതിരെ പലതവണയായി പല നാളുകളിലായി ഉയർന്നു വന്ന വലിയ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറി കഴിഞ്ഞു. CBI, ED തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ തമിഴ്നാടിനെ വട്ടമിട്ട് പറക്കുകയാണ്. 1,34,000 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനമാണ് M.K. സ്റ്റാലിനും കുടുംബത്തിനുമെതിരെ ഇപ്പോൾ BJP ഉയർത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാനായി തമിഴ്നാട്ടിലേക്ക് പറന്നു കയറുന്നത്. M.K. സ്റ്റാലിൻ മകൻ ഉദയനിധി സ്റ്റാലിൻ, സഹോദരി കനിമൊഴി, അർദ്ധ സഹോദരന്മാരായ ദയാനിധിമാരൻ, കലാനിധിമാരൻ, ഈ 5 പേരെ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തമിഴ്നാട്ടിലേക്ക് നീങ്ങുന്നത്. കരുണാനിധി കുടുംബം കാലങ്ങളായി അഴിമതിയിലൂടെ സമ്പാദിച്ചു കൂട്ടി എന്ന് പറയുന്ന 1,34,000 കോടി രൂപയുടെ അനധികൃത സ്വത്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കലാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദൗത്യം. ഇതിനായി ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് അന്നത്തെ BJPയുടെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റായ അണ്ണാമലയെ DMK ഫയലുകൾ എന്ന് പറയുന്ന ചില ദൃശ്യങ്ങളെല്ലാം പുറത്തുവിട്ടിരുന്നു. അതിലാണ് കരുണാനിധി കുടുംബം അല്ലെങ്കിൽ കരുണാനിധിയുടെ മക്കളെല്ലാവരും ചേർന്ന് സമ്പാദിച്ച ഈ അനധികൃത അഴിമതിയിലൂടെയും മറ്റ് സമ്പാദിച്ച ഈ അനധികൃത സ്വത്തിൻ്റെ എന്ന് പറയപ്പെടുന്ന കണക്കുകൾ അണ്ണാമല പുറത്തുവിട്ടത്. DMK ഫയൽസിൽ സ്റ്റാലിൻ്റെ കാലത്തും അതിനു മുമ്പ് കരുണാനിധിയുടെ കാലത്തും ഒക്കെ നടന്ന വൻകിട അഴിമതികളെ കുറിച്ചുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവയെല്ലാം കേന്ദ്ര ഏജൻസികൾ, ഈ രേഖകളെല്ലാം കേന്ദ്ര ഏജൻസികൾക്ക് അണ്ണാമലയെ കൈമാറിയിട്ടുമുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഈ രേഖകൾ മുൻനിർത്തിയുള്ള അന്വേഷണത്തിലൂടെ സ്റ്റാലിനെയും സ്റ്റാലിൻ്റെ മകനെയും സഹോദരിയെയും സഹോദരന്മാരെയും എല്ലാം കൊടുക്കാനുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനെ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള സർവശക്തനായ ദക്ഷിണേന്ത്യൻ നേതാവായി നിലനിർത്താൻ പാടില്ല എന്ന ഉറപ്പ് അല്ലെങ്കിൽ എന്ന ദൃഢനിശ്ചയം യഥാർത്ഥത്തിൽ മോഡിക്കും അമിത്ഷായും ഉണ്ട്. കാരണം സൗത്ത് ഇന്ത്യയിൽ നിന്ന് സ്റ്റാലിനെ പോലൊരു നേതാവ് BJP വിരുദ്ധ പക്ഷത്ത് തല ഉയർത്തി നിന്നാൽ അത് അഖിലേന്ത്യാ തലത്തിൽ BJPക്ക് വലിയ തിരിച്ചടിയാവും. കാരണം DMKക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിലെ 40 ലോക്സഭാ സീറ്റും
കൂടോടെ തന്നെ വാരിക്കൊണ്ടു പോകാനുള്ള രാഷ്ട്രീയ ശക്തിയുണ്ട്. അങ്ങനെ വരുമ്പോൾ 40 സീറ്റുകൾ BJP ഇതര കക്ഷിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ BJPക്ക് അത് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയും തലവേദനയും മാറും. അതുകൊണ്ട് DMKയെ ക്ഷീണിപ്പിച്ചാൽ BJPയുടെ ദക്ഷിണേന്ത്യൻ സ്വപ്നങ്ങൾ പൂവണിയുമെന്നാണ് ഇപ്പോൾ അമിത്ഷായും മോദിയും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇനി 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ഏജൻസികൾ തമിഴ്നാട്ടിലേക്ക് ഒലിച്ചിറങ്ങി MK സ്റ്റാലിനെയും കുടുംബത്തെയും വരിഞ്ഞു മുറുക്കുമെന്നാണ് BJPയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്റ്റാലിനെ പൂട്ടി തമിഴ്നാട്ടിൽ BJPയുടെ വേരുറപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ ഉള്ളത്.